ഒരെക്സ്പ്രഷൻ ചോദിച്ചാൽ 1000 എക്സ്പ്രഷൻ ഇടുന്ന നിൻ്റെ മുഖത്ത് ഇത്രയ്ക്ക് എക്സ്പ്രഷൻ പ്രതീക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിലും ഇത്രയ്ക്ക് എക്സ്പ്രഷനുള്ള കാര്യമൊക്കെ അതിനകത്തുണ്ട്. ഒരു കിടിലൻ ചിക്കൻ ഫ്രൈഡ് റൈസ്. അങ്ങനെ സർവായുധങ്ങളും കയ്യിലേന്തി നമുക്ക് പണിപ്പൂരിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ പീസിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം മതി. എന്നാലും ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ചിക്കൻ മാറ്റി അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അധികം പൊരിഞ്ഞു പോകുന്നു വേണ്ട, എന്നാലും യാതിരിക്കാനും പാടില്ല. ആ ഒരു പരുവം. ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം. ഇനി അതും നമ്മൾ ചിക്കൻ്റെ അപ്പുറം മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക്കും ഒനിയനും ഇട്ട് ഒന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ഇട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ക്യാപ്സിക്കവും കാബേജും ഇട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കനും മുട്ടയും ഇട്ട് കൊടുക്കാം. സോസുകളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോയ് സോസും ടൊമാറ്റോ സോസുമാണ്. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വറുത്തെടുത്തിട്ടുള്ള ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾ 2 കണ്ണും ഫ്രൈഡ് റൈസിൽ തന്നെ ആയിരിക്കണം. കണ്ണ് തെറ്റരുത് കേട്ടോ. ആരെങ്കിലും എടുത്തുണ്ടോ എന്ന് പേടിച്ചിട്ടൊന്നുമല്ല. എടാ മെല്ലെ ഇളക്കണം കേട്ടാ, അരി പൊട്ടിപ്പോവും. അങ്ങനെ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി. ഇനി അതിൻ്റെ ഒപ്പം കുറച്ച് മയോണൈസ് കൂട്ടി കഴിച്ചു നോക്കിയേ. നല്ല ടേസ്റ്റാണ്.